മനോഹരമായിട്ട് താളത്തിലൊഴുകുന്ന പുഴ. നല്ല അനുഭവമാണ് രാവിലത്തെ ഈ കാഴ്ച. തീർച്ചയായും അനുകുമാർ, നമ്മളിവിടേക്ക് അതിരപ്പള്ളി ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കരമായ ഒരു പോസിറ്റീവ് എനർജിയും പോസിറ്റീവ് വൈബും നമുക്ക് ലഭിക്കും. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ മഞ്ഞിൻ്റെ ചെറിയൊരു മൂടലുണ്ട്, അതോടൊപ്പം തന്നെ പച്ചപ്പ് ഒരു ഭാഗത്ത്, താഴേക്കൂടെ പാറക്കെട്ടുകൾക്കിടയിലൂടെ അങ്ങ് കഥ പറഞ്ഞും കളി പറഞ്ഞും ഒക്കെ ഒഴുകുന്ന പുഴ. അത് വളരെ സുന്ദരമായൊരു കാഴ്ചയാണ്, ആളുകളൊക്കെ വരണം എന്നതാണ്. പക്ഷേ ഇപ്പോൾ വരുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാട്ടാനകൾ അത്രയധികം പെരുകി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. ഇന്നലെ 7 കാട്ടാനയാണ് ഞാൻ നേരിട്ട് കണ്ടത്. പക്ഷേ ആ ആനകളെ പിടിക്കുകയോ ആനകളുടെ അടുത്തേക്ക് പോവുകയോ അല്ല ഈ ദൗത്യ സംഘത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മുറിവേറ്റ കൊമ്പനെ തേടുകയായിരുന്നു അവർ. പക്ഷേ നാം വരുമ്പോഴൊക്കെ റോഡിന് സൈഡിൽ വഴിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന കാട്ടാനകളുടെ അതിഭീകരമായ ഒരു രൂപം ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകൾക്ക് ഈ കാട്ടിൽ നടന്ന യുദ്ധത്തിൽ പരിക്കേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ നൽകുന്നതിൽ ആളുകൾക്ക് പ്രതിഷേധമുണ്ട് കേട്ടോ. ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ വലിയ പ്രതിഷേധമുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യേണ്ടതുണ്ടോ എന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ മുറിവേറ്റ ഒന്നിനെ കാണുമ്പോൾ അതിന് ശുശ്രൂഷ നൽകുക എന്ന പ്രാഥമികമായ ഒരു കടമ ഒരു ഭരണകൂടത്തിൻ്റെയും അതുപോലെ തന്നെ പൊതുസമൂഹത്തിൻ്റെയും കടമ എന്നതാണ് പ്രധാനമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.